അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ലഡുവിൻ്റെ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ലഡുവാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലഡുവിൻ്റെ ആ മഞ്ഞ കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എത്ര വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പകുതി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവിൻ്റെ കട്ടി ഒരുപാട് കട്ടിയാക്കി എടുക്കരുത്, അതുപോലെ തന്നെ നല്ല ലൂസായിട്ട് ഇരിക്കരുത്. അപ്പോൾ ഇതൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ കടലമാവിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ലഡുവിലേക്ക് വേണ്ട ബൂന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബൂന്തി റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന ആ തട്ടുണ്ടല്ലോ, ഓട്ടയായിട്ടുള്ളത്, അതാണ് എടുത്തിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പക്കയിലുണ്ടല്ലോ, അതെടുത്താലും മതി, ഇതുപോലത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കലക്കി വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഈ തട്ടിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ ചെറിയ ബൂന്തി റെഡിയാക്കി എടുക്കാം. ബൂന്തി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ പാനിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലേ ബൂന്തി നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഒരുപാട് പാനിൻ്റെ അടുത്തേക്കായിട്ട് വെക്കരുത്, അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നന്നായിട്ട് ആവി എടുക്കും. അപ്പോൾ കൈ പൊള്ളാതെ നോക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരമായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരുപാട് കളർ മാറ്റിയെടുക്കണ്ട. അപ്പോൾ ഇത് മതി. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ലഡുവിന് വേണ്ട എല്ലാ ബൂന്തിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. കാരണം നമ്മുടെ ബൂന്തി പല ഷേപ്പിലായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിച്ചെടുക്കരുത്, ഈ ഒരു പാകത്തിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിന് തന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്കൊരു 4 ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നതിലേക്ക്. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത്. അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായിട്ട് ഇരിക്കണം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച് നമ്മുടെ പൊടിച്ചെടുത്ത ബൂന്തി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ ഈ ബൂന്തിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് അതൊന്ന് ചെറുതായിട്ട് വറ്റി വരും. അതുവരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഇതിതാ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ നമ്മുടെ ബൂന്തിയിൽ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കരുത്, ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എള്ള് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എള്ള് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ചൂടിൽ തന്നെ നമ്മളിതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക, ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ലഡുവിൻ്റെ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാനതൊരു ചെറിയ കപ്പ് കേക്കിൻ്റെ കപ്പുണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊന്നും നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ലഡു ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ലഡുവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ലഡു ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ലഡുവാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.